നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പിതാവായ ദശരഥന്റെ വിയോഗ വാർത്തയും ശ്രീരാമന്റെ വനവാസവും അറിഞ്ഞ ഭരതൻ രാജ്യഭരണം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ജ്യേഷ്ഠനായ ശ്രീരാമനെ തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ വനത്തിലേക്ക് യാത്ര തിരിച്ചു. ഗുരു വസിഷ്ഠൻ, ശത്രുഘ്നൻ, മന്ത്രിമാർ, സൈന്യം എന്നിവരോടൊപ്പം ചിത്രകൂടത്തിലേക്ക് നീങ്ങിയ ആ യാത്ര സഹോദര സ്നേഹത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും അപൂർവ മാതൃകയായി മാറി. അധികാരത്തെക്കാൾ ധർമ്മത്തിനും സഹോദര ബന്ധത്തിനും പ്രാധാന്യം നൽകിയ ഭരതന്റെ വനയാത്ര രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായങ്ങളിൽ ഒന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണം ഭരതന്റെ വനയാത്ര പാരായണം ചെയ്യുന്നത് പ്രസന്ന CK. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ഭരതൻ്റെ വനയാത്ര. നാളെ പുലർകാല പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതർക്കാലാൾ കുതിരപ്പടയോടുമാനക ശംഖ പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡ പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേകം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യ പുരംഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായേതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിത മാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ബാണജാപാതി ശസ്ത്രങ്ങളും കൈകൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങ് ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജഡാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്താ പ്രണാമവും ചെയ്തു. ഭരതനും അന്നേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യ മനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനി ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കലിന്നതിനല്ലൊരു സംശയം മത്സഖേ.
സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ. നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചെന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷതേജസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു താൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം ശ്രീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗത്കഥം ചൊല്ലിനാൻ. ജനനം കൊണ്ട് മാത്രം ഒരാൾ മഹാനാകുന്നില്ല. ജീവിതം കൊണ്ട് മഹത്വം നേടുമ്പോഴാണ് അദ്ദേഹം ശ്രീ എന്ന ബഹുമതിക്ക് അർഹനാകുന്നത്. അയോധ്യയിലെ രാജകുമാരനായ രാമൻ സത്യനിഷ്ഠയും ധർമ്മപാലനവും വചനപാലനവും കരുണയും ത്യാഗവും കൊണ്ട് ലോകത്തിന്റെ ആദരവ് നേടിയപ്പോഴാണ് ശ്രീരാമൻ ആയത്. പിതാവിന്റെ വാക്ക് പാലിക്കാൻ രാജ്യം ഉപേക്ഷിച്ച് വനവാസം സ്വീകരിച്ചതും എല്ലാ സാഹചര്യങ്ങളിലും ധർമ്മത്തിൽ ഉറച്ചു നിന്നതും ശത്രുവിനോട് പോലും നീതിയോടെ പെരുമാറിയതും രാമനെ സാധാരണ മനുഷ്യനിൽ നിന്ന് മര്യാദാ പുരുഷോത്തമനാക്കി ഉയർത്തി. അതുകൊണ്ടാണ് കാലം കടന്നുപോയിട്ടും ലോകം അദ്ദേഹത്തെ വെറും രാമൻ എന്നല്ല, ആദരവോടെ ശ്രീരാമൻ എന്ന് വിളിക്കുന്നത്. രാമൻ എങ്ങനെ ശ്രീരാമനായി? പ്രഭാഷകനായ RR നായരുടെ വാക്കുകളിലേക്ക് കാണാം. രാമാമൃതം. നമസ്തേ. ഇന്ന് നമ്മൾ രാമായണത്തിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് കടക്കുകയാണ്. രാമൻ എങ്ങനെ ശ്രീരാമനായി മാറി? രാമൻ ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാരന് സംഭവിക്കാവുന്ന, അല്ലെ ഒരു ചെറുപ്പക്കാരനോട് ചെയ്യാവുന്ന ദ്രോഹമാണ് അയോധ്യാപതി ദശരഥനും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടി ചെയ്തത്. തലേദിവസം പറയുന്നു, നാളെ നിൻ്റെ പട്ടാഭിഷേകമാണ്, നിൻ്റെ രാജാഭിഷേകമാണ്, കിരീടം ചൂടി നീ രാജാവാകുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പറയുന്നു, നീ 14 വർഷത്തേക്ക് വനവാസത്തിനായി പോകണമെന്ന്. മറ്റേതൊരു ചെറുപ്പക്കാരനാണേലും അത് സഹനീയമായ ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം അത് സഹിച്ചു. വളരെ സഹനശക്തിയോടുകൂടി വളരെ സാക്രിഫൈസ് ചെയ്യാനായിട്ട്, വലിയൊരു സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുടുംബങ്ങളൊക്കെ വളരെ അടുത്ത് തന്നെയായിരുന്നു. ആരെയും വേണമെങ്കിലും വിളിക്കായിരുന്നു സഹായത്തിന്, രാജാക്കന്മാരെ ആരെയെങ്കിലും വിളിക്കായിരുന്നു സഹായത്തിന്. പക്ഷെ ആരെയും വിളിച്ചില്ല അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യരെയും മൃഗങ്ങളെയും ശാഖാമൃഗങ്ങളെയുമാണ് അദ്ദേഹം അവസാനം വരെ കൂട്ടിനായി നിർത്തിയിരുന്നത്. രാജാക്കന്മാരുടെ സഹായം നേടിയില്ല. അന്നത്തെ കാലത്ത് ഭയങ്കരമായ രാമരാവണ യുദ്ധത്തിൽ പോലും അദ്ദേഹം ഒരു രാജാവിൻ്റെയും സഹായം തേടിയില്ല. 14 വർഷത്തെ വനവാസം കഷ്ടപ്പാടും ത്യാഗസമ്പൂർണമായ ജീവിതവും സാക്രിഫൈസും ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് രാമൻ ശ്രീരാമനായിട്ട് മാറുന്നത്. ഇവിടെ നമുക്ക് ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ വന്നാൽ എന്തുമാത്രം ചിന്താവിഷ്ടരാകുന്നു എല്ലാവരും, എത്രമാത്രം അവർ അതിൽ സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ അതിൽ വിമിഷ്ടപ്പെടുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ രാമനെ സംബന്ധിച്ചിടത്തോളം, ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സന്തോഷവാനായിട്ട് ഈ ടാസ്ക്, അച്ഛൻ കൊടുത്ത ഈ ടാസ്ക് ഏറ്റുവാങ്ങി വനവാസത്തിനായി പോവുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയധികം ത്യാഗം ചെയ്ത ഒരു മകൻ, അല്ലെ ഒരു പുത്രൻ മറ്റ് കഥകളിൽ കാണാൻ വളരെ വിഷമമാണ്. അവിടെയാണ് രാമൻ ശ്രീരാമനായിട്ട് മാറുന്നത്. നന്ദി, നമസ്കാരം. ശ്രീരാമസാഗരം രാമാനന്ദത്തിൽ ഇനി മാമവ പട്ടാഭിരാമ
ജയ മാരുതി സന്നുത നാമ. ഭക്തിരസവും സംഗീത സൗന്ദര്യവും ഒരുമിക്കുന്ന കർണാടക സംഗീതത്തിലെ പ്രശസ്ത കൃതിയായ മാമവ പട്ടാഭിരാമ ജയ മാരുതി സന്നുത നാമ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ മനസ്സിൽ ആഴത്തിലുള്ള ഭക്തിഭാവം ഉണർത്തുന്നു. ശുദ്ധ സംഗീതവും രാഗസൗന്ദര്യവും ആത്മീയതയും സമന്വയിക്കുന്ന ഈ കൃതിയുടെ മനോഹര അവതരണവുമായി അനുഗ്രഹീത ഗായികയും സംഗീത പരിശീലകയുമായ ദിവ്യ വിമൽ ശ്രീരാമസാഗരത്തിൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം വർണ്ണിക്കുന്ന ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഒരു കീർത്തനമാണ് മാമവ പട്ടാഭിരാമ. മണിരംഗരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ അത്യന്ത മനോഹരമായ ഈ കീർത്തനമാണ് ശ്രീരാമസാഗരം പ്രേക്ഷകർക്കായി ഞാനിന്നിവിടെ ആലപിക്കുന്നത്. മക്കളെ, വിളക്കൊടുത്തുട്ടോ.
ജയ മാരുതി സന്നൂത ഡോക്ടർ രത്നശ്രീ അയ്യരുടെ മാന്ത്രിക വിരലുകളിൽ വിരിയുന്ന താളവിസ്മയവും സനു ഗോപിനാഥിന്റെ ഭാവസാന്ദ്രമായ രാമജപവും ചേർന്ന് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് അപൂർവമായൊരു സംഗീതാനുഭവമാണ്. രാമാനന്ദം. ഭക്തിയും സംഗീതവും താളവും ആത്മീയതയും സമന്വയിക്കുന്ന ഈ മനോഹര അവതരണം ശ്രീരാമസാഗരത്തിൽ ഇപ്പോൾ. രാമായണത്തെക്കുറിച്ച് നാം മനനം ചെയ്യുകയും പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഡോക്ടർ മീര ആർ നായരുടെ വാക്കുകൾ കേൾക്കാം രാമാമൃതത്തിൽ ഒരിക്കൽ കൂടി. നമസ്തേ. ശ്രീരാമസാഗരം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ 2026 എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുള്ള ഒരു സമർപ്പണം അല്ലെങ്കിൽ ആദരവ് കൂടിയാണ്. എല്ലാവർക്കും ഈ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യാൻ പറ്റിയെന്നും വരില്ല. പക്ഷേ എല്ലാവർക്കും പാരായണം ചെയ്യാൻ പറ്റുന്ന ഏകശ്ലോകി രാമായണം ഇവിടെ ഞാൻ ചൊല്ലുകയാണ്. പൂർവം രാമതപോവനാഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിം ദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം വേദദ്യ രാമായണം ഹരിം.
ശ്രീരാമസാഗരത്തിൽ നാളെ കാണാൻ പോകുന്നത് ഭരതരാഘവ സംവാദമാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.